ഡ്രൈവിൽ ആവശ്യത്തിന് ഡ്രൈവിംഗ് ഇല്ല എന്ന് പറഞ്ഞ് മിഷിഗൻ സ്വദേശിയായ സാറ ഡിമിങ് എന്നൊരു സ്ത്രീ കോടതിയിൽ കേസ് കൊടുത്തു. ഒരു ഫാസ്റ്റ് പേസ്ഡ് ആക്ഷൻ റേസിംഗ് സിനിമയാണ് എന്ന രീതിയിൽ പ്രൊമോഷനൊക്കെ ചെയ്ത് അവസാനം പടം കാണാൻ കയറിയപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന് വാദിച്ചാണ് കേസ് കൊടുത്തത്. കോടതി വിശദമായി എല്ലാ സൈഡും ചെക്ക് ചെയ്ത് സാറയുടെ പരാതി പരിഗണിച്ചിട്ട് പുള്ളിക്കാരോട് പോയി പണി നോക്കാൻ പറഞ്ഞു. കാരണം ഒരു സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് ട്രെയിലറിലോ പ്രൊമോഷൻസിലോ ഒന്നും വ്യക്തമാക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നാണ് കോടതി എന്ന് പറഞ്ഞത്. ഡ്രൈവ് എന്ന മൂവി ഒരു ഡ്രൈവറിന്റെ കഥയാണ്. പുള്ളിക്കാരൻ അങ്ങനെ പേരൊന്നുമില്ല. സിനിമയുടെ ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ നമുക്ക് ഫീൽ ചെയ്യും അത് ഞാനാണ്, എൻ്റെ കഥയാണിത്. ആ ഒരു മീം കൾച്ചറൊക്കെ ഈ മൂവിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നതിൻ്റെ കാരണം മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾ ഒരു തവണ മാത്രമേ ഈ സിനിമ കണ്ടിട്ടുള്ളൂ, എന്നിട്ട് നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് കണ്ടു നോക്കൂ, വീണ്ടും കാണൂ. ഗ്രാജുവലി ആ ഒരു ക്യാരക്ടറിനെ മനസ്സിലാവും തോറും ഈ സിനിമ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സിനിമയായിരിക്കും. ഇന്ന് നമുക്ക് ഈ സിനിമയുടെ കഥ കേട്ട് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള സിനിമകൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. കൺഫ്യൂസ് ആവരുത്, ഇവിടെ കഥ പറഞ്ഞു തരൽ മാത്രമല്ല, സ്റ്റോറി ടെല്ലിംഗ് മാത്രമല്ല, എക്സ്പ്ലനേഷൻ നമ്മുടെ വീഡിയോസ് കുറച്ച് ഫോളോ ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മുടെ കഥാനായകൻ ഡ്രൈവർ സ്വന്തം പേര് പോലും മറ്റൊരാളോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത, കൃത്യമായ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്ന, ഒരാളോടും ഇമോഷണലി അറ്റാച്ച് ആവാത്ത ഒരു വ്യക്തിയാണ്. ചെയ്യുന്ന ജോലിയിൽ ആൾ അത്രയും പെർഫെക്റ്റ് ആണ്. അത് അയാളുടെ സംസാരത്തിൽ നിന്നും വ്യക്തമാണ്. രാത്രി സമയം അവൻ്റെ ക്ലയന്റിനെ വിളിച്ച്, ഈ നഗരത്തിൽ ലക്ഷക്കണക്കിന് റോഡുകളുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നില്ലല്ലോ, സമയവും സ്ഥലവും കൃത്യമായി പറഞ്ഞാൽ മതി, ആ 5 മിനിറ്റ് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും, ഞാൻ എൻ്റെ ജോലി കൃത്യമായി കംപ്ലീറ്റ് ചെയ്തോളാം, അതിനുശേഷം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല, ഇനി ഈ ഫോണിൽ വിളിച്ചാൽ എന്നെ കിട്ടത്തുമില്ല എന്ന് പറഞ്ഞ് ആ രാത്രി തന്നെ ഇദ്ദേഹത്തിന്റെ ക്ലയൻസിന് വേണ്ടി എന്തോ ജോലി ചെയ്യാനായിട്ട് ആളുടെ കാറിൽ പുറപ്പെടുവാണ്. ആദ്യം ഇവന്റെ ബോസിന്റെ അടുത്തേലും, നമ്മുടെ പ്രൊഫസർ, ഈ കഥയിൽ പുള്ളിക്കാരന്റെ പേര് ഷാനൻ. ഡ്രൈവറിന് ജോലിക്ക് ആവശ്യമായിട്ടുള്ള കാറൊക്കെ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇയാളാണ്. കാർ മാത്രമല്ല, വലിക്കാൻ വല്ലതും വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഡ്രൈവർ ഇതൊന്നും വലിക്കൂല, ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല, പ്രൊഫഷണൽ അല്ലേ. ഷാനൻ കൊടുത്ത കാറ് വാങ്ങി ക്ലയൻസ് ആവശ്യപ്പെട്ട സ്ഥലത്തെത്തി. 2 കള്ളന്മാരാണ് ക്ലയൻസ്. ഇവൻ സ്ഥലത്തെത്തിയതും മുഖംമൂടി ധരിച്ച് അവന്മാർ 2 പേരും കട കൊള്ളയടിക്കാൻ അകത്ത് കയറി. ഡ്രൈവർ വാച്ച് എടുത്ത് കാറിന്റെ സ്റ്റിയറിംഗിൽ കെട്ടി നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റ്സ് ടൈം കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ റെഡിയാവുന്നു. പോലീസിന്റെ കോൺവെർസേഷൻ കേൾക്കാനായിട്ട് വയർലെസ് ഉണ്ട്. സിറ്റിയിൽ ഏതൊക്കെ റോഡിൽ എവിടങ്ങളിലൊക്കെ പോലീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ കള്ളന്മാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇവന്റെ ദൗത്യം. മോഷണ ശ്രമം പോലീസ് അറിയുന്നുണ്ട്, കാരണം അവന്മാരെ വെടി പൊട്ടിച്ച് ലോക്ക് തകർത്താണ് അകത്ത് കയറിയത്. അതുകൊണ്ട് തന്നെ ഇത് പോലീസ് അറിഞ്ഞു. ഗൺഷോട്ട് ഉണ്ടായ സ്ഥലത്തേക്ക് പോയി ചെക്ക് ചെയ്യാൻ അവർ ആവശ്യപ്പെടുന്നതൊക്കെ വയർലെസ്സിലൂടെ നമ്മുടെ ഹീറോയും കേട്ടു. അപ്പോഴേക്കും കള്ളന്മാരിൽ ഒരുത്തൻ തിരിച്ചെത്തി. മറ്റവൻ വരാനൊരല്പം താമസിക്കുന്നുണ്ട്. പോലീസ് ഈ ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ ഒട്ടും പാനിക് ആവുന്നൊന്നുമില്ല. പുള്ളി ഈ മറ്റവൻ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയാണ്. പോലീസിന്റെ കോൺവെർസേഷൻസ് കേൾക്കുന്നുണ്ട്. അവർ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ലെനിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോലീസ് ഇങ്ങോട്ട് കയറി എന്നുള്ള കോൺവെർസേഷൻ വരുമ്പോഴേക്കും രണ്ടാമത്തെ കള്ളനും ഓടി വന്ന് വണ്ടിയിൽ കയറും. പിന്നെ അങ്ങോട്ട് വളരെ ശ്രദ്ധിച്ച് പോലീസിന്റെ കോൺവെർസേഷനൊക്കെ ശ്രദ്ധിച്ച് അവർ ഏത് വഴിയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി മറ്റു വഴികളിലൂടെ പുറത്ത് കിടക്കുവാണ്. അങ്ങനെ അങ്ങോട്ട് പോകവേ ആ ഗൺഷോട്ട് കേട്ട സ്ഥലത്ത് ചെന്ന പോലീസുകാരും മോഷണമാണ് സംഭവിച്ചതെന്ന് കൺഫേം ചെയ്തതും പിന്നെ അങ്ങോട്ട് തെരച്ചിൽ ഊർജിതമാക്കി. സംശയാസ്പദമായ ഒരു കാറ് കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റ് നമ്മുടെ ഹീറോയും ഈ കള്ളന്മാരും പോകുന്ന കാർ തന്നെയാണ്. പല വഴിക്ക് കാർ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ്. ഹെലികോപ്റ്ററിലൊക്കെ വന്ന് ഇവരൊരു പാലത്തിൽ കയറിയ സമയത്ത് കറക്റ്റ് ഇവരുടെ കാർ അവർക്ക് ട്രാക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. സിറ്റി റൂട്ടാണെങ്കിൽ ലെഫ്റ്റോ റൈറ്റോ ഒക്കെ കയറി പോയി എങ്ങനെയും ഒക്കെ രക്ഷപ്പെടാന്ന് പറയാം. പക്ഷേ ഇത് പാലത്തിലായി പോയില്ലേ. പോലീസ് 2 സൈഡും കവർ ചെയ്യുന്നതിന് മുമ്പ് എത്രയും വേഗം ഇതിന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. വേറെ വഴിയില്ലാതെ ഹീറോയും സ്പീഡ് കൂട്ടി. പോലീസ് കവർ ചെയ്യുന്നതിന് മുമ്പ് ഒരു വിധത്തിൽ അവിടെ നിറങ്ങി ഒരു ചെറിയ ഗ്യാപ്പിൽ കയറി ഒളിച്ചിരുന്നത് കൊണ്ട് കോപ്റ്ററിന് ഇവരെ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതേ സമയം തന്നെ വാഷിംഗ്ടണിൽ എവിടെയോ ഗ്യാങ്സ്റ്റേഴ്സ് തമ്മിൽ വലിയ വെടിവെപ്പും ഫൈറ്റ്സും ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ള ഇൻഫർമേഷൻ പോലീസിന് കിട്ടുന്നതിനെ തുടർന്ന് കോപ്റ്റർ ആ വഴിക്ക് അങ്ങ് പോയി. അതോടെ ശല്യം ഒഴിഞ്ഞല്ലോ. സ്മൂത്തായിട്ട് ഇനി ഇവരെയും കൊണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകാലോ എന്ന് വിചാരിച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് സിഗ്നൽ ലൈറ്റിന്റെ അവിടെ വെച്ച് മറ്റൊരു പോലീസ് വാഹനം ഇവരെ സ്പോട്ട് ചെയ്യുന്നത്. പോലീസുകാരൻ ഇൻഫർമേഷൻ പാസ് ചെയ്തു. മറ്റുള്ള പോലീസ് വാഹനങ്ങളും അങ്ങോട്ട് വരുന്നു. ഇത്രയൊക്കെ സംഭവിക്കുമ്പോഴും നമ്മുടെ ഹീറോ ഒട്ടും പാനിക് ആവാതെ കൂളായിട്ട് അങ്ങനെ നോക്കിയിരുന്നിട്ട് സിഗ്നൽ മാറിയപ്പോൾ നേരെ ഒരു പോക്കങ്ങ് പോയി. അവർ ചേസ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും സ്പീഡ് കൊണ്ട് ഇവനായിരുന്നു അപ്പർ ഹാൻഡ്. മാത്രമല്ല ബാസ്കറ്റ് ബോൾ മാച്ച് നടക്കുന്ന സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി വണ്ടി കയറ്റി ഫാൻസിന്റെ കൂടെ ഇറങ്ങി നടന്നങ്ങ് പോയി. ഇത്രയും ചെയ്തൊപ്പിച്ചിട്ട് പോലീസിന്റെ മുന്നിൽ കൂടെ കൂളായിട്ട് നടന്നിറങ്ങിപ്പോവും. ആളുടെ ഒരു ക്യാരക്ടർ മനസ്സിലാവുന്നുണ്ടല്ലോ. ചെയ്യേണ്ട ജോലികൾ കൃത്യമായി ചെയ്യും. അവന്റെ ഫീൽഡിൽ അവൻ പ്രൊഫഷണലാണ്. കൂൾ കാമായിട്ടുള്ള പേഴ്സൺ. കൂടുതൽ ടെൻഷൻ അടിയൊന്നുമില്ല. ആ വികാരം എന്താണെന്ന് തന്നെ അവൻ അറിയുന്നുണ്ടാവില്ല. പേടിക്കുകയോ ഒളിച്ചിരിക്കുകയോ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നുമില്ല. സച്ച് ആൻ ഓസം ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരു വ്യക്തി. ഇനീഷ്യലി നമുക്ക് മനസ്സിലാവുന്നത് വെച്ച് ആൾ നല്ലൊരു സ്റ്റോയിക് ആണെന്ന് പറയേണ്ടി വരും. സ്റ്റോയിസിസം ഫോളോ ചെയ്യുന്ന ആ ആശയങ്ങൾ അതുപോലെ മനസ്സിൽ എടുത്ത് പതിപ്പിച്ച് വെച്ചിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവനെ ഫീൽ ചെയ്യുന്നത്. വാട്ട് എവർ ഹാപ്പൻസ് അതൊക്കെ ആ വഴിക്ക് നടന്നോട്ടെ, സംഭവിച്ചോട്ടെ. ഇവന്റെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു ദിവസം ആള് ജോലിയൊക്കെ കഴിഞ്ഞ് തിരികെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോൾ ഇവന്റെ കൂടെ ലിഫ്റ്റിൽ ഒരു സ്ത്രീ വന്ന് കയറും. ഇവളുടെ പേര് ഐറീൻ. നമ്മുടെ ഹീറോയിനാണ്. ഇപ്പോൾ ഇവർ രണ്ടാളും തമ്മിൽ ജസ്റ്റ് കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ. നെയ്ബേഴ്സും കൂടിയാണ്. ഒരേ ഫ്ലോറിലാണ് രണ്ടാളും. ഡ്രൈവറിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞിരുന്നല്ലോ. പുള്ളിക്കാരൻ അങ്ങോട്ട് കയറി കാഷ്വലായിട്ട് സംസാരിക്കാനൊന്നും പറ്റാത്ത ഒരാളാണ്, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാത്ത ഒരാളാണ്. ഇൻട്രോവേർട്ട് ആണെന്നോ മോർ പ്രിസൈസ്ലി ഒരു സ്റ്റോയിക് ആണെന്നോ പറയാം. കള്ളന്മാരെയും തട്ടിപ്പുകാരെയും രക്ഷപ്പെടുത്തുക എന്നതും മാത്രമല്ലാതെ ആള് ലീഗലി ചെയ്യുന്ന കുറച്ച് ജോലികളുണ്ട്. ഒന്ന് റേസിനൊക്കെ പങ്കെടുക്കും. പിന്നെ സിനിമ
സിനിമകളിലെ സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് പോകും. വലിയ റിസ്കി സ്റ്റണ്ടുകൾ പോലും ചെയ്യാറുണ്ട്. ഒരുപാട് കാലം ഇങ്ങനെ ജീവിച്ചിരിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം ഇവനെന്ന് പറയാൻ ആരുമില്ല. ഇവനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആരും തന്നെയില്ല. വളരെ കുറച്ച് ആളുകളെ മാത്രമേ പരിചയമുള്ളൂ. അവരോട് പോലും എല്ലാ കാര്യങ്ങളൊന്നും തുറന്ന് സംസാരിക്കാറില്ല. ഒരു 10 ദിവസം മാറി നിന്ന ഇവനെ പരിചയമുണ്ടായിരുന്നവർ പോലും ഇവനെ മറന്നു പോകുന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഡ്രൈവർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന കൂട്ടത്തിൽ ഐറീനും അവളുടെ കുട്ടിയും അവിടെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ശ്രദ്ധിച്ചു. നമ്മുടെ ഡ്രൈവർക്ക് പൊതുവെ അങ്ങോട്ട് ചെന്ന് മിണ്ടുന്ന ശീലമൊന്നുമില്ലല്ലോ. ആളവരെ കണ്ടെങ്കിലും കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവിടുന്ന് മാറി വേണ്ട സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങി. അങ്ങനെ വന്ന് കാറിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് സാധനങ്ങളൊക്കെ വാങ്ങി പുറത്ത് വന്ന ഐറീൻ്റെ കാർ സ്റ്റാർട്ട് ആവാതെ വന്ന് പുള്ളിക്കാരി ആകെ അവിടെ പെട്ടു നിൽക്കുന്നത് കാണുന്നത്. ഇവന്റെ ഒരു സ്വഭാവം വെച്ച് മൈൻഡ് ആക്കാതെ അങ്ങ് പോകേണ്ടതാണ്. എന്നാൽ ഇവിടെ ഐറീനെ കണ്ടിട്ട് എന്തോ അവളെ സഹായിക്കാമെന്ന് തീരുമാനിച്ച് അങ്ങോട്ട് ചെന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചു. വണ്ടി ഉടനെ ശരിയാവത്തില്ലെന്ന് മനസ്സിലാക്കി അവർക്ക് ലിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഐറീൻ്റെ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ കിച്ചണിൽ കൊണ്ടുവച്ചപ്പോൾ ഐറീൻ്റെ മകൻ ഒരു മാസ്കും വെച്ച് ഇവനെ പേടിപ്പിക്കാൻ വേണ്ടി വരും. കേട്ടല്ലോ, ഇത്രേ വരത്തുള്ളൂ ഇവൻ്റെ വായിന്ന്. ഇതിൽ കൂടുതൽ അവൻ ഉരിയാടൂല. ദെൻ പയ്യൻ ഒരു ടൂത്ത് പിക്ക് എടുത്ത് കൊടുത്ത് അതും വെച്ച് കളിച്ചോളാൻ പറഞ്ഞു. ഐറീൻ ആവട്ടെ ഇവന് കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തു കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, സംസാരിക്കുന്നു. ഐറീൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ജയിലിലാണ്. ഏതാ പറ്റിയെന്ന കാര്യമൊന്നും പുള്ളിക്കാരിയായിട്ട് പറയുന്നില്ല. ഇവനൊട്ട് ചോദിക്കത്തുമില്ല. ഡ്രൈവറിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൂടുതലും ഇവൻ ഡ്രൈവ് ചെയ്യാറാണുള്ളതെന്നും സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ സ്റ്റൺസ് ഒക്കെ ചെയ്യാറുണ്ടെന്നും അതുകൂടാതെ ഒരു ഗാരേജിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഷാനണില്ലേ, പുള്ളിക്കാരനൊരു ഗാരേജ് ഉണ്ട്, അവിടെ ഇവൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഐറീനും ഡ്രൈവറും തമ്മിലുള്ള കോൺവെർസേഷൻ കുറച്ചൊന്ന് ഓക്വേർഡായെന്ന് പറയാം. കാരണം അവൻ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ മറുപടി പറയുന്നതും സംസാരിക്കാൻ നേരത്തുള്ള ഒരു നാണം കുണുങ്ങൽ പോലത്തെ ആക്ഷനും ഒക്കെ ഇവൾക്കും കൂടുതലൊന്നും ചോദിക്കാനും പറയാനുള്ള അവസരം കൊടുത്തില്ല. ഇതുവരെ മറ്റാരുടെയും കാര്യത്തിൽ ഇടപെടാത്ത, അങ്ങോട്ട് കയറി സംസാരിക്കാൻ പോലും ശ്രമിക്കാത്ത, അല്ലെങ്കിൽ സംസാരിക്കാൻ പോലും നിൽക്കാത്ത ഡ്രൈവർ ഇവളെ ഇന്ന് ഹെൽപ്പ് ചെയ്തതിൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഐറീനെ അവൾക്ക് ഇഷ്ടമാണ്. എന്നാൽ അത് തുറന്നു പറയുമെന്നൊന്നും കരുതരുത്. ഇവൾക്കും എവിടൊക്കെയോ എന്തൊക്കെയോ ഫീൽ ചെയ്ത പോലെ, എവിടെയോ ഒരു ഇഷ്ടം തോന്നിയ പോലെയാണ് പുള്ളിക്കാരിയുടെ പെരുമാറ്റവും. അവനധികം സംസാരിക്കുന്നൊന്നുമില്ലല്ലോ. കണ്ടിട്ടൊരു സമാധാനപ്രിയനാണെന്നും തോന്നുന്നു. ഒരാവശ്യം വന്നപ്പോൾ വന്ന് ഹെൽപ്പ് ചെയ്തു. ചെയ്യുന്ന ജോലിയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാലും ഇറ്റ്സ് ഓക്കെ, എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള ഒരാൾ എന്നൊരു ഫീല് അവിടെ കെട്ടിയതാൽ. നമ്മുടെ ഡ്രൈവറിന്റെ ബോസ് ഉണ്ടല്ലോ ഷാനൺ, പുള്ളിക്കാരൻ ബേർണി റോസ് എന്നൊരു ഗ്യാങ്സ്റ്ററിന്റെ അടുത്ത് നിന്ന് സ്റ്റോക്ക് കാർ റേസിംഗിൽ മത്സരിക്കാനായിട്ടൊരു ഡ്രൈവർ ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്, അവനെ മത്സരിപ്പിക്കുന്നതിലൂടെ ഈ ഗ്യാങ്സ്റ്ററിനും ഗുണമുണ്ടാകും, പൈസ ഒരുപാട് ഉണ്ടാക്കാം, അവൻ അടിപൊളി ഡ്രൈവറാണ് എന്നൊക്കെ പറയാണ്. ഇവർക്കെല്ലാവർക്കും ഗുണമുള്ളൊരു പരിപാടിയാണിത്. ഷാനോണിനും ഈ ബേർണി റോസിനും നമ്മുടെ ഡ്രൈവർക്കും ഒക്കെ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഗ്യാങ്സ്റ്റർ റോസിന്റെ പക്കലുള്ള ബ്ലാക്ക് മണി വെളുപ്പിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും ഗുണമുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ ഡ്രൈവർക്കാണെങ്കിലും സിനിമയിലെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള റിസ്ക് ഉള്ള സ്റ്റണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, റേസ് ചെയ്താൽ മതി. രണ്ടിലും റിസ്ക് ഉണ്ട്. എന്നാൽ കൂടുതൽ റിസ്ക് ഉള്ള അവിടെ നിന്ന് ഇങ്ങോട്ട് മാറാൻ പറ്റും. കൂടാതെ ഇവിടെ ആകുമ്പോൾ സ്ഥിര വരുമാനം ഉണ്ടാവും. ഇദ്ദേഹം പറയുന്നതൊക്കെ കേട്ടപ്പോൾ ഗ്യാങ്സ്റ്റർ റോസിനും താല്പര്യം തോന്നി. ആളും ശരി, എന്നാൽ പിന്നെ ഇവൻ പറയുന്ന ഡ്രൈവറെ കാണാം, അത്ര അടിപൊളി ഡ്രൈവർ ആരാണെന്ന് അറിയണമല്ലോ എന്ന മട്ടിൽ നിൽക്കുമ്പോൾ വേറൊരു ഗ്യാങ്സ്റ്റർ ഇങ്ങോട്ട് കയറി വരും. ഇവന്റെ പേര് നീനോ. നമ്മുടെ ഷാനനെ കണ്ടതും പുള്ളിക്കാരൻ ഒരു കാര്യം അവിഞ്ഞ ചിരിയോട് അങ്ങേരോട് ചോദിക്കുന്നത് എന്തൊക്കെയുണ്ട്, കാലെങ്ങനെയുണ്ടെന്ന്. ഇതൊന്ന് നോട്ട് ചെയ്തോ, നമ്മുടെ ഷാനന്റെ കാല് വയ്യ. ഇയാൾ ആ കാര്യം തന്നെ എടുത്ത് ഇവനോട് ചോദിക്കുന്നതിന്റെ കാരണം ഏതാണ്ട് ഊഹിക്കാവല്ലോ. പണ്ടെപ്പോഴോ നമ്മുടെ ഷാനനും ഈ നീനോയും തമ്മിൽ എന്തോ ഒരു ഡീലിങ്സ് നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഷാനൻ ഇപ്പോൾ ഈ ഒത്തി നടക്കേണ്ട അവസ്ഥയുണ്ടായത്. ദെൻ അതിനൊക്കെ ശേഷം നമ്മുടെ ഷാനൻ ഗ്യാങ്സ്റ്റർ റോസിനോട് പറഞ്ഞ പോലെ നമ്മുടെ ഡ്രൈവറെ കൊണ്ടുവന്ന് റേസ് ചെയ്യിപ്പിച്ച് കാണിക്കുന്നു. ആസ് യൂഷ്വൽ ഇവന്റെ ഡ്രൈവിംഗ് ടോപ്പ് നോച്ചാണ്. ആള് ഭയങ്കര കൂളാണെങ്കിലും റേസിംഗിൽ ഭയങ്കര അഗ്രസീവാണ്. സോ ഈ ഡ്രൈവറിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ തനിക്ക് ലാഭമായിരിക്കുമെന്ന് റോസിന് മനസ്സിലായി. രണ്ടാളും കൈ കൊടുത്ത് റേസിന് സമ്മതിച്ചാണ് പിരിയുന്നത്. ദെൻ ഇതിനുശേഷം നമ്മുടെ ഐറീൻ ഉണ്ടല്ലോ, പുള്ളിക്കാരി കാർ ശരിയാക്കാനായിട്ട് നമ്മുടെ ഷാനന്റെ വർക്ക്ഷോപ്പിൽ വരും. ഇതേ ഗാരേജിലാണല്ലോ നമ്മുടെ ഡ്രൈവർ വർക്ക് ചെയ്യുന്നത്. അവളെ കണ്ടപ്പോഴത്തേക്ക് ഇവനൊരു മാതിരി നാണം കുണങ്ങുന്ന പോലെയൊക്കെ നിന്നപ്പോഴത്തേക്ക് ഷാനന്റെ കാര്യം മനസ്സിലായി. ഓ അങ്ങനെ പരിചയക്കാരൻ, ശരി എന്ന മട്ടില് പുള്ളി. പിന്നെ നമ്മുടെ ആൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് മാനേജ് ചെയ്ത് അത്ര പരിചയമില്ലാത്തത് കൊണ്ടും അധികം അങ്ങനെ സംസാരിക്കാത്തത് കൊണ്ടും ആള് പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോയി. ഷാനൻ ആവട്ടെ ഈ ഡ്രൈവർ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഐറീന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് വളരെ പാവം പിടിച്ചൊരു അവസ്ഥയിൽ ഇവിടെ വന്ന് ജോലി ചോദിച്ചതാണ്. അന്ന് ചെക്കൻ എന്തൊക്കെ ചെയ്യാൻ അറിയാമെന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ തന്നെ അങ്ങ് ജോലി കൊടുത്തു. പിന്നെ അങ്ങോട്ട് ഇവനെ കൊണ്ട് ഇദ്ദേഹത്തിനും ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. ഇത്രയും കഴിവുള്ള ഒരാളെ കൂടെ കിട്ടിയത് ചില്ലറ കാര്യമല്ലല്ലോ. ആൻഡ് ഇപ്പോൾ ഐറീൻ്റെ കാർ ശരിയാക്കാൻ കുറച്ച് താമസമെടുക്കും. അതുകൊണ്ട് നമ്മുടെ ഡ്രൈവറോട് തന്നെ ഇവരെ വീട്ടിൽ കൊണ്ടുവിടാനും പറയുന്നുണ്ട്. ഇത്തിരി ഓക്വേർഡ് ആയിട്ടുള്ള പുള്ളിക്കാരൻ്റെ പെരുമാറ്റമൊക്കെ ഐറീനും ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഐറീനെയും അവളുടെ മകൻ ബെനീഷോയും നേരെ അങ്ങ് വീട്ടിൽ കൊണ്ടുവിടാതെ ഇവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവൻ അറിയാവുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ അവരെ കൊണ്ട് കാണിക്കുന്നൊക്കെയുണ്ട്. വലിയ ടോപ്പ് നോച്ച് സംഭവങ്ങളൊന്നും അല്ലെങ്കിലും ചെറിയ പുഴയോരങ്ങളും ചെറിയ വഴികളും ഒരുപാട് ആളുകളൊന്നുമില്ലാത്ത സമാധാനം കിട്ടുന്ന സ്ഥലങ്ങളും പിന്നെ ഇവന്റെ കുറെ ഡ്രൈവിംഗ് സ്കിൽസും ഒക്കെ കാണിച്ചു കൊടുത്ത് അവരുടെ ആ ഒരു ഡേ ബ്യൂട്ടിഫുൾ ആക്കി. ആൻഡ് ഗ്രാജുവലി ഐറീനും ഇവനോട് അടുക്കുന്നു. രണ്ടുപേരും തുറന്നു പറയാത്ത ഇഷ്ടം ഇപ്പോഴും മനസ്സിലുണ്ടല്ലോ. ആൻഡ് വീക്കെൻഡിൽ ഒരുമിച്ച് ഡ്രൈവിന് പോകുന്നു. ഐറീൻ അവളുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നുണ്ട്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ കയ്യിൽ ഇങ്ങനെ തൊട്ട് അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങനെ അവൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം നമ്മുടെ ഷാനന്റെ ഗാരേജിൽ ആ ഗ്യാങ്സ്റ്റർ റോസും പിന്നെ അയാളുടെ കൂടെ ഗ്യാങ്സ്റ്റർ നീനോയും വരുന്നുണ്ട്. റോസ് റേസിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചിരുന്നല്ലോ. അപ്പോൾ അതിനുവേണ്ടി
കാറിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നോക്കാനായിട്ട് വന്നതാണ്. ഗ്യാങ്സ്റ്റർ നീനോയ്ക്ക് ഈ കാർ കണ്ടിട്ട് അത്ര പിടിച്ചില്ല. ഇതിനു വേണ്ടിയാണോ നീ ഇത്രയും പൈസ മുടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നുണ്ട്. അയാളുടെ ഇൻട്രസ്റ്റുകൾ വേറെയൊക്കെയാണ്. ഷാനനും റോസും ഒക്കെ ആണെങ്കിൽ ഇതിൽ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇതിനു വേണ്ടി പണിയെടുക്കുന്നതും. ഇതിനിടെ നമ്മുടെ ഗ്യാങ്സ്റ്റർ റോസ് നമ്മുടെ ഡ്രൈവറിൻ്റെ അടുത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ റോസിന് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഇയാൾ മൂവീസ് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. പൈസ ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ്. കൂടുതലായിട്ടും ആക്ഷൻ, സെക്സി, ആളുകളെ കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള മൂവീസ്. സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കാറുകളും കാര്യങ്ങളും ഒക്കെ അന്ന് സപ്ലൈ ചെയ്യുന്ന ഷാനനാണ്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഷാനനെ പരിചയം. കൊടുക്കുന്ന കാറുകൾക്ക് കുറച്ച് കൂടുതൽ പൈസ ഷാനൻ വാങ്ങുമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് അത് ഓക്കെ ആയിരുന്നു. ഇദ്ദേഹം ആ പൈസ കൊടുക്കുമായിരുന്നു. പക്ഷേ നീനോയുടെ സുഹൃത്തുക്കളുമായിട്ട് ഇതുപോലെ ഷാനൻ ഏതോ ഒരു ഡീല് വന്നു. അവരിൽ നിന്ന് കൂടുതൽ പൈസ ഈടാക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഷാനന്റെ കാലിപ്പോൾ അങ്ങനെ ആയതെന്ന് പറഞ്ഞു കൊടുത്തു. സംഭവം ഇങ്ങനെ ഇവിടെ കഥ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, നമ്മുടെ ഡ്രൈവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വാണിംഗ് കൂടി കൊടുക്കുകയാണ്. പറയുന്ന പണിയെടുക്കുക, അതിന് മേലോട്ടോ താഴോട്ടോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കുമെന്ന്. ഡ്രൈവർ ഒന്നും മറുപടി പറയാൻ പോയില്ല. എല്ലാം കേട്ടു നിന്നു. അതിനുശേഷം തിരികെ നമ്മുടെ ഐറീൻ്റെ വീട്ടിൽ ചെല്ലും. അവളുടെ കൊച്ചു ബെനീഷയോടൊപ്പം TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പയ്യനോട് ഈ കാണുന്ന പ്രോഗ്രാമിലെ വില്ലൻ ആരാണ്, ബാഡ് ഗൈ ആരാണെന്ന് ചോദിക്കുമ്പോൾ ചെക്കൻ കണ്ണും പൂട്ടി ഷാർക്സ് എന്ന് പറയും. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ഷാർക്സ് എപ്പോഴും അങ്ങനെയാണ്, ഷാർക്സിൽ നല്ല ആൾക്കാരല്ല, അവരെപ്പോഴും മോശക്കാരായിരിക്കും എന്നുള്ളതാണ്. സമൂഹത്തിൽ ഇങ്ങനെയൊരു POV ഉണ്ടല്ലോ, ഇങ്ങനെയൊരു നറേറ്റീവ് ഉണ്ടല്ലോ. ചില ആളുകൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും, അവർ ഇതിനു വേണ്ടി വിധിക്കപ്പെട്ടവരാണ്, ഇന്ന ജോലികൾ ഇന്ന വിഭാഗത്തിന് മാത്രമാണ് എന്ന് പറഞ്ഞ് ഇന്നും തഴയപ്പെടുന്ന വലിയൊരു കൂട്ടം ആളുകളുണ്ടല്ലോ. ഈ സിസ്റ്റമൊക്കെ ഇങ്ങനെ തന്നെ തുടർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ പിന്നെയും ഒരുമാതിരി സംവരണം കൊടുത്ത് പിടിച്ചു നിർത്തുന്നതൊക്കെ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന കാര്യമാണ്. തെറ്റാണെന്നോ അങ്ങനെ ചെയ്യരുതെന്നോ അല്ല. പക്ഷേ കാലത്തിനനുസരിച്ച് കാലക്രമേണ മാറ്റം വരുത്തിയില്ലെങ്കിൽ പിന്നെ ഇത് വലിയ വലിയ കുഴപ്പങ്ങളിലേക്ക് പോവുള്ളൂ. ഇവിടെ നമ്മുടെ കഥയിൽ ബെനീഷ്യോ TVയിലെ പ്രോഗ്രാമൊക്കെ കണ്ടിരിക്കുന്നു. ഐറീൻ അറിയാവുന്ന ഒരാൾ, ഒരു ലോയർ അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇവരുടെ പേര് സിൻഡി. ദെൻ ഐറീനും ഡ്രൈവറും പുറത്തു പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഐറീൻ എന്തോ ഇപ്പോൾ അത്ര ഹാപ്പി അല്ല. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇവളുടെ ഹസ്ബൻഡ് ജയിലിൽ നിന്ന് റിലീസാവും, അടുത്ത് തന്നെ അദ്ദേഹം തിരിച്ചു വരുമെന്ന് പറയാണ്. ഇത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ, ഇവളെന്തിനാ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഡ്രൈവറോടുള്ള ഇഷ്ടം കാരണമായിരിക്കാം. അതല്ലെങ്കിൽ ഹസ്ബൻഡ് അത്ര നല്ലവനായിരിക്കില്ല. അയാൾ ജയിലിൽ പോയത് എന്ത് കാരണത്താലാണെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ. മേ ബി ഇവൾക്ക് ആ ഒരു ബന്ധത്തിൽ താല്പര്യം ഉണ്ടാവത്തില്ല. കാര്യം ഇങ്ങനെയാണെന്ന് കേട്ടതും ഡ്രൈവർ കുറച്ച് കെയർലെസ് ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. സിഗ്നലൊക്കെ ശ്രദ്ധിക്കാതെ അങ്ങനെയും അങ്ങ് കയറി പോകുന്നുണ്ട്. ശേഷം ഐറിന്റെ ഹസ്ബൻഡ് തിരിച്ചു വന്നു. അതിൻ്റെതായിട്ടുള്ള പാർട്ടി അവരുടെ വീട്ടിൽ നടക്കുന്നു. ഇദ്ദേഹത്തിന്റെ പേര് സ്റ്റാൻഡേർഡ്. പുള്ളിക്കാരൻ അത്ര മോശക്കാരനാണെന്നൊന്നും തോന്നുന്നില്ല. ആൾക്കൊരു മിസ്റ്റേക്ക് പറ്റി, അത് തിരുത്തി മുന്നോട്ട് പോകണം. ആൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു സെക്കൻഡ് ചാൻസ് ആണ് എന്നൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നത് കാണാം. ഐറീനും സന്തോഷമാണ്. എന്നാൽ അതിനിടയ്ക്ക് ഡ്രൈവറുമായിട്ടുള്ളൊരു ബന്ധം, ആ ഒരു റിലേഷൻ കാര്യങ്ങൾ അത് വിട്ടുപോകുമ്പോൾ ഉള്ള ആ ഒരു വിഷമം മാത്രമായിരുന്നു പുള്ളിക്കാരിക്ക്. ആൻഡ് ഡ്രൈവർ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിട്ട് കുറച്ച് വിഷമത്തോടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഇങ്ങോട്ട് വന്ന് ഇവനെ പരിചയപ്പെടുന്നുണ്ട്. പയ്യൻ ബെനീഷ്യോ പറഞ്ഞു കൊടുത്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഡ്രൈവർ അങ്കിൾ വീട്ടിൽ വരുമായിരുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു എന്നൊക്കെ. അതൊക്കെ പറഞ്ഞ് സ്റ്റാൻഡേർഡ് ഒരു പരിചയം ഉണ്ടാക്കി വെച്ചു. ഇവനാവട്ടെ ആകെ ഒരുമാതിരി തകർന്നിരിക്കുമല്ലേ. നാളുകളായി ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഇങ്ങനെ ജീവിച്ചു വന്ന് അറ്റ് എ പോയിന്റ് ഇവന് സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചു. ഒരാളോട് ഇഷ്ടം തോന്നി. ഈവൻഡോ അത് മറ്റൊരാളുടെ ഭാര്യയാണെങ്കിലും അവളോടൊരു ഇഷ്ടം തോന്നി, ഒരു താല്പര്യം തോന്നി. ആ ബന്ധത്തിന് വളരെ കുറച്ച് ദിവസത്തെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ആലോചിച്ച് പുള്ളിക്കാരൻ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഡ്രൈവറെ പരിചയമുള്ളൊരു പുള്ളിക്കാരൻ ഇവൻ്റെ അടുത്ത് വന്ന്, നിനക്കെന്നെ ഓർമ്മയുണ്ടോ, നീ ഷാൻ വിട്ടിട്ട് ഒരു തവണ ഞങ്ങൾക്ക് ഡ്രൈവറായിട്ട് വന്നിട്ടുണ്ട്. അന്ന് നീ ഞങ്ങളെ സേവ് ചെയ്തു. ബട്ട് 6 മാസത്തിന് മുമ്പ് ഞങ്ങൾക്ക് വേറൊരു ഡ്രൈവർ വന്നു. ആ പൊന്നുമോൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലായിരുന്നു. അവൻ കാരണം എൻ്റെ ബ്രദറിനെ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എഗെയിൻ ഒരു ഹൈസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ ഡ്രൈവറായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നടക്കും എന്നൊക്കെ പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹീറോ ഇവനെ തെറി വിളിച്ചു. മിണ്ടി പോരുത്, ഇല്ലെങ്കിൽ അടിച്ച് പല്ല് പൊളിക്കുമെന്ന് പറഞ്ഞു വിട്ടു. ഐറീനെ മിസ്സായതിൻ്റെ വിഷമത്തിൽ ഇവിടെ വന്നൊന്ന് വിഷമിച്ചിരിക്കുമല്ലേ, കുറച്ച് നേരം കൂടെ ഒന്ന് വിഷമിച്ചിരിക്കാൻ സമ്മതിച്ചുകൂടെ? ഈ കാലയളവിൽ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഡ്രൈവർ ഒരാളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇമോഷൻ പ്രകടിപ്പിക്കുന്നത്. കുറേ നാൾ വരെ ലൈഫിൽ എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. എപ്പോഴോ തോന്നിയ ഒരു മോഹം അവൻ്റെ ജീവിതം ആകെ മാറ്റിമറിക്കുന്നു. പിന്നീട് ഒരു ദിവസം ഡ്രൈവർ തിരികെ അപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ 2 ഗ്യാങ്സ്റ്റേഴ്സ് പാർക്കിംഗ് ലോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് അവൻ ശ്രദ്ധിച്ചു. കാർ പാർക്ക് ചെയ്ത് ഇറങ്ങി നോക്കിയപ്പോഴോ ദേ സ്റ്റാൻഡേർഡ് അവിടെ ചോര ഒലിപ്പിച്ച് വീണ് കിടക്കുന്നു. പയ്യൻ ബെനീസിയോ ആകെ പേടിച്ചിട്ട് അവിടെ ഇങ്ങനെ മറഞ്ഞു നിൽക്കുവാണ്. രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ പോലും ചെക്കന് തോന്നുന്നില്ല. ഡ്രൈവർ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ആ 2 ഗ്യാങ്സ്റ്റേഴ്സ് അവന്മാർ പണിതിട്ട് പോയതാണെന്ന് മനസ്സിലായി. എന്നിട്ടും ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഈ സ്റ്റാൻഡേർഡിനെ പിടിച്ചു പൊക്കുന്നതിന് പകരം ഡ്രൈവർ ആദ്യം പയ്യൻ്റെ അടുത്ത് നിന്ന് അവനെ കംഫർട്ട് ആക്കുവാണ് ചെയ്യുന്നത്. ദെൻ സ്റ്റാൻഡേർഡിനെയും ഹെൽപ്പ് ചെയ്തു. 2 റൂമിലെത്തിച്ചു. ഏതാ സംഭവം, ആരാണ് അവന്മാർ, എന്തിനാണ് തല്ലിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിനക്കത് അറിഞ്ഞിട്ട് എന്തിനാടാ, നീ പോയി അവരെ തല്ലുവോ, സിനിമയിലെ സ്റ്റൺമാൻ അല്ലേ, നീ പോയിട്ട് അവരെ തല്ലി അങ്ങ് വീഴ്ത്തുവോ? ഡ്രൈവർ മറുപടി ഒന്നും കൊടുത്തില്ല. ഇവനെ തന്നെ നോക്കി അങ്ങനെ നിന്നപ്പോൾ, അത് വേറൊന്നുമല്ലടാ, അവന്മാർക്ക് വേണ്ടി ഞാൻ ഒരു ജോലി ചെയ്യണമെന്ന് പറഞ്ഞു വന്നതാ, പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവന്മാരെടുത്തിട്ട് കുടഞ്ഞു. എന്ത് ജോലി ചെയ്യാനാ നിന്നോട് പറഞ്ഞേ? വലിയ സംഭവമൊന്നുമല്ല, അതൊരു പോൺ ഷോപ്പ് അവന്മാർക്ക് വേണ്ടി കൊള്ളയടിക്കണമെന്ന്. ജയിലിൽ കിടന്നപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളിൽ ഞാൻ അവന്മാർക്ക് കുറച്ച് പണം കൊടുക്കാനുണ്ട്. ആദ്യം 2000 എന്ന് പറഞ്ഞു, പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ 5000 ആക്കി, 10000 ആക്കി, ഇപ്പോൾ 20000 അവന്മാർ ചോദിക്കുന്നുണ്ട്. ഒരു നെറിയും ഇല്ലാത്തവന്മാരാണ്. ഇന്ന് ചോദിക്കുന്ന
ചോദിക്കുന്നതിൻ്റെ ഇരട്ടിയാണ് അടുത്ത ദിവസം ചോദിക്കുന്നത്. ഇനി പൈസ കൊടുത്ത് അവരെ സെറ്റിൽ ചെയ്തില്ലെങ്കിലോ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലെങ്കിലോ ബെനീഷിയോയും ഐറീനുമായിരിക്കും അവരുടെ അടുത്ത ടാർഗറ്റ് എന്നും വാണിംഗ് കൊടുത്തിട്ട് പോയി. സ്റ്റാൻഡേർഡിന്റെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ടല്ലോ. ലിറ്ററലി പെട്ടു. ക്രിമിനൽസുമായിട്ടുള്ള ബന്ധം ഇയാൾക്ക് വലിയ പണി കൊടുത്തു. സ്റ്റാൻഡേർഡിനെ ബെനീഷിയോയുടെ മുന്നിലിട്ട് തല്ലിക്കൂട്ടിയത് പോരാഞ്ഞിട്ട് ബെനീഷിയോയുടെ കയ്യിൽ ഒരു ബുള്ളറ്റ് കൊടുത്ത് ഇത് അവർക്ക് വേണ്ടി സൂക്ഷിച്ചേക്കാനും പറഞ്ഞു വെച്ചു. എല്ലാ ലിമിറ്റും പൊട്ടിച്ച് ഒരു കുടുംബത്തെ ഇങ്ങനെ ആക്രമിക്കുന്നത് വലിയ നെറികെട്ട പണിയല്ലേ. ഗ്യാങ്സ്റ്റേഴ്സ് ഇങ്ങനെ നിറയേട് കാണിച്ചു. ആൻഡ് നമ്മുടെ ഹീറോ ഇതെല്ലാം സീരിയസ് ആയിട്ട് എടുക്കുവാണ്. പയ്യന്റെ കയ്യിൽ അവർ കൊടുത്തിട്ട് പോയ ബുള്ളറ്റ് ഇവൻ വാങ്ങി വെക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഫാമിലിക്കെതിരെ വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ, ഇവരെ പുറത്തു കൊണ്ടുവരാൻ ഇവൻ ശ്രമിക്കുമെന്ന് തീരുമാനം എടുക്കുവാണ്. കാരണം വ്യക്തമാണല്ലോ, ഐറീനോട് തോന്നിയ ഇഷ്ടം, പുള്ളിക്കാരി സേഫ് ആയിരിക്കണം എന്നുള്ള തോന്നൽ. ഇത്രയും നാളും തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആരുമില്ല, തനിക്ക് ആരോടും ഒരു പ്രതിബദ്ധതയുടെ ഒന്നും ആവശ്യമില്ല എന്ന് കരുതിയിരുന്ന നമ്മുടെ ഹീറോ ഇവിടെ മാറി ചിന്തിച്ചു. ഈ ഒരു ഫാമിലി സേഫ് ആയിരിക്കാൻ തന്റെ കഴിവിന് പരമാവധി ശ്രമിക്കും എന്ന ആൾ തീരുമാനമെടുത്തു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഡ്രൈവറും ഈ ഫാമിലിയോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് ഐറീനെ കണ്ടുമുട്ടിയത് എന്നുള്ള കാര്യം പയ്യന് പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഏതാണ്ട് ഒരു 19 വയസ്സുള്ളപ്പോഴാണ് കണ്ടുമുട്ടിയെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട് 19 അല്ല 17 എന്ന്. ഇല്ലീഗൽ ഒരു ബോക്സോ കേസിനുള്ളതുണ്ട്. സാഹചര്യം ഡിഫറൻ്റ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി. 17ാമത്തെ വയസ്സിൽ കണ്ടുമുട്ടി, ബന്ധത്തിലായി. ആൻഡ് അവൾക്ക് 18 വയസ്സായപ്പോൾ ബെനീഷിയോ ജനിച്ചു. അന്ന് ഐറീനെ കണ്ടുമുട്ടിയ ദിവസമാണ് സ്റ്റാൻഡേർഡിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമെന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇപ്പൊ ലൈഫ് കുറച്ചധികം സ്ട്രഗിൾസിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയൊരു പ്രശ്നം സോൾവ് ചെയ്യാനുണ്ട്. ഗ്യാങ്സ്റ്റേഴ്സിന് പൈസ കൊടുത്ത് അവരുടെ ശല്യം അവസാനിപ്പിക്കണം. അതിന് നമ്മുടെ ഹീറോ ഇവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് തനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് ഡ്രൈവറിനെ പോയിന്റ് ചെയ്തും സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ദെൻ ഹീറോയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവനെ ഉപദ്രവിച്ച ആ ഗ്യാങ്സ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് സംസാരിക്കാം. ഈ ഒരു മുട്ടത്തല്ലിനെ കണ്ടില്ലേ, ഇങ്ങേരും കൂടെയാണ് നേരത്തെ സ്റ്റാൻഡേർഡിനെ വന്ന് അടിച്ചത്. ഇവർക്ക് വേണ്ടത് പണമാണല്ലോ. ഇവരാവശ്യപ്പെടുന്ന പോലെ സ്റ്റാൻഡേർഡ് പോൺ ഷോപ്പിൽ നിന്ന് പണം മോഷ്ടിക്കണം. ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ ഒരു പെണ്ണിനെയും വിടുന്നുണ്ട്. ഇവർ രണ്ടാളും ചെന്ന് പണം മോഷ്ടിച്ച് അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ, മുഴുവൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജയിലിൽ വെച്ച് സ്റ്റാൻഡേർഡിന് ഇവർ പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു. ആ ഒരു കടം ഇതിലങ്ങ് തീർക്കും, ഇനി ഇവനെ ശല്യം ചെയ്യത്തില്ലെന്ന് പറയാണ്. ഡ്രൈവർ സംസാരിച്ച് നോക്കി. ഡ്രൈവറിനും ഷെയർ വേണോ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചെങ്കിലും മൊട്ടത്തലയും ഷെയർ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സ്റ്റിൽ തന്റെ ഫ്രണ്ടിന് വേണ്ടി, തനിക്ക് ആദ്യമായി ഇഷ്ടം തോന്നിയ പെൺകുട്ടിയുടെ ഫാമിലിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാമെന്ന് ഇവൻ തീരുമാനിച്ചു. സാമ്പത്തികമായി ഡ്രൈവർക്ക് യാതൊരു ലാഭവും ഇല്ലെങ്കിലും അവർക്ക് വേണ്ടി അവൻ ഈ റിസ്ക് എടുക്കാൻ തയ്യാറായി. അങ്ങനെ മൊട്ടത്തലേനെ ഏർപ്പാടാക്കിയ പെണ്ണും നമ്മുടെ സ്റ്റാൻഡേർഡും കൂടെ പോൺ ഷോപ്പ് കൊള്ളയടിക്കാനകത്ത് കയറി. 5 മിനിറ്റ് സമയം, അതിനുള്ളിൽ അവർ പുറത്തു വരണം. പിന്നെ ബാക്കി കാര്യം നമ്മുടെ ഡ്രൈവർ നോക്കിക്കോളും. ഡ്രൈവർ പറഞ്ഞ 5 മിനിറ്റിനുള്ളിൽ തന്നെ സ്റ്റാൻഡേർഡിന്റെ കൂടെയുള്ള പെണ്ണ് ഒരു ബാഗ് നിറയെ പണവുമായി വന്ന് കാറിൽ കയറി. സ്റ്റാൻഡേർഡ് ഇറങ്ങി വരാൻ ഒരു അല്പം താമസിക്കുന്നുണ്ട്. എന്നാൽ പുറത്തു വന്നതും അവന്റെ കഴുത്തിന് വെടികൊണ്ടവൻ വീഴുവാണ്. അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. ഇവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും മറ്റൊരാൾ പുറകിൽ നിന്ന് വന്ന് സ്റ്റാൻഡേർഡിനെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. പിന്നെ വലിയ ഒരു ചേസ്, പോലീസ് വാഹനമല്ല, മറ്റേതോ ഒരു കാർ ഇവരെ ചേസ് ചെയ്യുന്നുണ്ട്. അതാരാണെന്നോ എന്താണോ അവരുടെ ഉദ്ദേശമെന്നോ വ്യക്തമല്ല. കുറേ നേരം നമ്മുടെ ഡ്രൈവറെ ഇട്ട് വട്ടം കറക്കി. എന്നാലും ഒരു വിധത്തിൽ പുള്ളിക്കാരൻ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്ത് പിന്നാലെ ഫോളോ ചെയ്തു വന്ന ആളെ വഴിതെറ്റിച്ച് ഒന്ന് ഇടിച്ച് വീഴ്ത്തി അത്യാവശ്യം ദൂരം മാറി ഇവർ രണ്ടാളും സേഫ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ എത്തുന്നുണ്ട്. ശേഷം ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റാൻഡേർഡിന്റെ ഭാര്യ ഐറീനെ പോലീസുകാർ അറിയിക്കുന്നുണ്ട്. ഡ്രൈവർ അവരുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ബെനീഷിയോ ആണ് ഫോൺ എടുക്കുന്നത്. അമ്മ പോലീസിനോട് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞു. അവൾക്ക് ഒരുപാട് വിഷമമായി. സ്റ്റാൻഡേർഡ് കൊള്ളയടിക്കാൻ ശ്രമിച്ചെന്നും അത് കാരണത്താൽ ആ പോൺ ഷോപ്പ് ഓണർ സ്റ്റാൻഡേർഡിനെ വെടിവെച്ച് കൊന്നെന്നും അല്ലേ അറിയുന്നത്. എന്നാൽ അവൻ അങ്ങനെ കൊള്ളയടിക്കാൻ ശ്രമിച്ചതിന് പുറകിൽ അവനെ ഭീഷണിപ്പെടുത്തുന്ന, അവന്റെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഗ്യാങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും ഇവർക്കറിയില്ല. TV ന്യൂസിൽ പറയുന്നതാണെങ്കിലോ പോൺ ഷോപ്പ് കൊള്ളയടിക്കാൻ ഒരാൾ ഒറ്റയ്ക്ക് ശ്രമിച്ചു, അതായത് സ്റ്റാൻഡേർഡ് ഒറ്റയ്ക്ക് ശ്രമിച്ചു, അവനെ വെടിവെച്ച് കൊന്നു. പോൺ ഷോപ്പിൽ നിന്ന് പണമൊന്നും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന്. ന്യൂസ് കേട്ട നമ്മുടെ ഹീറോ അവന്റെ കൂടെയുള്ള പെണ്ണിനെ പിടിച്ച് അവളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്തായിരുന്നു പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. എല്ലാം വ്യക്തമാണല്ലോ. 2 ആൾ മോഷ്ടിക്കാൻ അകത്ത് കയറി. ഇവള് ഒരു ബാഗ് നിറയെ പണവുമായി പുറത്തു വന്നിട്ടും പോൺ ഷോപ്പ് ഓണർ പറയുന്നത് പണമൊന്നും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന്. മാത്രമല്ല പോലീസിന് പകരം മറ്റൊരു കാറാണ് ഇവരെ ചേസ് ചെയ്തു വന്നത്. സോ ഇതെല്ലാം ഇവരുടെ പ്ലാനാണ്, ഗ്യാങ്സ്റ്റേഴ്സിന്റെ പ്ലാൻ ആണെന്ന് വ്യക്തം. എല്ലാം പ്ലാൻ ആയിരുന്നെന്ന് അവളും സമ്മതിച്ചു. അധികം താമസിയാതെ 2 ആൾ തോക്കുകളുമായി ഇവരെ ആക്രമിക്കുന്നു. ഒറ്റ വെടിക്ക് ആ പെണ്ണിനെ തീർത്തു. നമ്മുടെ ഹീറോയെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിവിദഗ്ധമായി അവരിൽ നിന്ന് രക്ഷപ്പെട്ട് 2 പേരെയും തീർത്തു കളഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഹീറോയ്ക്കിന് വിശ്വസിക്കാൻ തോന്നുന്നത് ഷാനനെ മാത്രമാണ്. അദ്ദേഹത്തെ വിളിച്ച് ഇന്നുപോലെ കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉണ്ടായി, വെടിവെപ്പുണ്ടായി, അതിൽ ഇവന്റെ കയ്യിലും ബുള്ളറ്റ് കയറി എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അതെല്ലാം ട്രീറ്റ് ചെയ്യാൻ ആളെ ഏർപ്പാടാക്കി കൊടുത്തു. ആൻഡ് ഇനി മുന്നോട്ട് എന്ത് ചെയ്യാനാണ് പ്ലാൻ, എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ പണം ഇപ്പോഴും നമ്മുടെ ഹീറോയുടെ കയ്യിൽ തന്നെയുണ്ട്. ഗ്യാങ്സ്റ്റേഴ്സിന് വേണ്ടത് പണമാണ്. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് കണ്ടുപിടിക്കണം. തന്റെ സുഹൃത്തിനെ കൺമുന്നിൽ വെച്ച് കൊന്നുകളഞ്ഞ് അവരെ ഇല്ലാതാക്കണമെന്ന് തീരുമാനിക്കുകയാണ് ഡ്രൈവർ. ഇവന്റെ കയ്യിൽ വന്ന മുറിവ് ഒന്ന് വെച്ച് കെട്ടി റെഡിയാക്കിയതും ആ മൊട്ടത്തലയിൽ ഗ്യാങ്സ്റ്റർ ഉള്ള അങ്ങോട്ട് ഇടിച്ച് കയറി ചെന്ന് അവന്റെ കൈ അടിച്ച് പൊട്ടിച്ച് അവന്റെ നടുനെറ്റിക്ക് നേരത്തെ ഇവൻ ബെനീഷിയോയ്ക്ക് കൊടുത്തിട്ട് പോയ അതേ ബുള്ളറ്റ് വെച്ച് അടിച്ച് കൊന്നുകളയെന്ന് പറയാണ്. ഇതിന്റെ ഒക്കെ പുറകെ കളിച്ചത് ഏതവനാണെങ്കിലും അവനെ വിളിക്കാൻ പറഞ്ഞു. വേദനയിലും മൊട്ടത്തലേനെ അലറി വിളിച്ചു പറഞ്ഞു ആരെങ്കിലും ആ നീനോയെ ഒന്ന് വിളിക്കുന്നു. അങ്ങനെ നീനോയെ വിളിച്ചു. പണത്തെപ്പറ്റി സംസാരിച്ചു. സമയവും സ്ഥലവും പറയും, വന്ന് പണം എടുത്തോളാൻ. ഡ്രൈവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ കുറെ പെൺകുട്ടികൾ ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. ഒരൊറ്റ ഒരാൾ പോലും ഒരു വിരൽ പോലും അനക്കിയില്ല. ഈ മൊട്ടത്തലയും ഗ്യാങ്സ്റ്റർ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഹറാസ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു.
ആയിരുന്നു. തുണി പോലും ഉടുക്കാൻ സമ്മതിക്കത്തില്ല, ഇങ്ങനെ പിടിച്ച് നിർത്തി അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവൻ്റെ കൂടെയുള്ളവർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം ഡ്രൈവർ കയറി വന്ന് അവനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോഴും ഒരാളും ഒരക്ഷരം പോലും മിണ്ടാതെ എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ എന്നുള്ള മട്ടിൽ അങ്ങനെയും നോക്കിയിരിക്കും. ഇതിപ്പോൾ നീനോ ആണ് എല്ലാത്തിൻ്റെയും പുറകിലെന്ന് ഓൾറെഡി ഇവൻ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ഗാങ്സ്റ്റർ റോസും നീനോയും ഒക്കെ സുഹൃത്തുക്കളാണെന്നും ഒരുപാട് കാലമായി ഇരുവരും ഒരുമിച്ച് വർക്ക് ചെയ്യാറുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് അറിയാം. ഷാനൻ നേരത്തെ പ്രപ്പോസ് ചെയ്ത പോലെ ആ ഒരു റേസിംഗ് ഒക്കെ തുടങ്ങി നമ്മുടെ ഹീറോയ്ക്ക് അങ്ങനെ ഒരു ലൈഫ് മുന്നിൽ നിൽക്കവേ ഇവൻ നേരിട്ട് നീനോയോട് കയറി കൊടുക്കുന്നുണ്ട്. അവർ ഓഫർ ചെയ്യുന്ന ആ ഒരു ലൈഫ് ഒന്നും ഇവന് വേണ്ട. ഇവന് വേണ്ടപ്പെട്ട, ഇവൻ ഇഷ്ടപ്പെട്ടിരുന്ന കുറച്ചൊക്കെ മാറ്റം ഇവനും ഉണ്ടാക്കി കൊടുത്ത ആ ഫാമിലിയെ ദ്രോഹിച്ചവരെ ഇല്ലാതാക്കുക എന്നുള്ള ഒരൊറ്റ മൈൻഡ്. മറ്റെന്തിനേക്കാളും തനിക്ക് വേണ്ടപ്പെട്ടവരായി മാറിയവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കൊള്ളയടിക്കപ്പെട്ട അത്രയും പണം ഇവൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെയാണ് ഇവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. പണത്തിനും റേസിംഗിലൂടെയൊക്കെ അവർ ഇവൻ ഓഫർ ചെയ്ത ആ ഒരു ലൈഫിനും ഒക്കെ മേലെയാണ് ഇവൻ ആ ഫാമിലിയെ കാണുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഐറീനെ കാണുന്നത്. അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ ഉറച്ചു തന്നെ മുന്നോട്ട്. ദെൻ ഡ്രൈവർ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഐറീനോട് വിശദമായി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചെല്ലും. ഇന്നേരം അവളൊരു ബ്ലൂ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, സ്റ്റാൻഡേർഡ് മരിക്കുന്നതിന് മുമ്പ് വരെ ഐറീൻ്റെ ഡ്രസ്സിങ് രീതി മുഴുവൻ റെഡ് ആയിരുന്നു. റെഡുമായിട്ട് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരുന്നു. ആൻഡ് നമ്മുടെ ഹീറോ ഡ്രൈവർ ആളൊരു സ്കോർപ്പിയൻ ജാക്കറ്റ് ഇട്ടുകൊണ്ട് വരും. ഇതിനും വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, മുന്നോട്ട് ചെല്ലുമ്പോൾ പറഞ്ഞുതരാം. ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് മോഷ്ടിക്കാൻ പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ ഇവൾക്ക് പറഞ്ഞു കൊടുത്തു. ആ ഗ്യാങ്സ്റ്റേഴ്സ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തങ്ങളെല്ലാം കൂടെ പ്ലാൻ ചെയ്താണ് ഇങ്ങനെ കൊള്ളയടിക്കാൻ പോയതെന്നും പണം മോഷ്ടിക്കാൻ സാധിച്ചു. ബട്ട് സ്റ്റാൻഡേർഡ് മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. എന്നാൽ ആ പണം ഇപ്പോഴും ഇവൻ്റെ പക്കലുണ്ട്, വേണമെങ്കിൽ ഇവർക്ക് ആ പണം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഐറീൻ ഇവൻ്റെ മുഖത്തിട്ടൊരെണ്ണം കൊടുക്കുന്നുണ്ട്. ഇന്നേരൻ്റെ ഇലവേറ്റർ ഓപ്പൺ ആയി വരുന്നു. ഒരുത്തൻ പുറത്തിറങ്ങാൻ വന്നിട്ട് ഇവരെ കണ്ടിട്ട് അത് പിന്നെ എനിക്ക് ഫ്ലോർ മാറിപ്പോയതാന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കും. സംഭവം ഇവനെ നീനോ അയച്ചതാണ്, നമ്മുടെ ഐറീനെ തേടി വന്നതാണ്. ഹീറോയെ കണ്ടതുകൊണ്ടൊന്നും ബാക്ക് വലിഞ്ഞു. എന്നാൽ ഡ്രൈവർ പറഞ്ഞെല്ലാം കൂടെ കേട്ട് ആകെ ഒരുമാതിരി വല്ലാണ്ടായി പോയ ഐറീൻ നേരെ പോയി ലിഫ്റ്റിനകത്ത് കയറി. ഇവനും പുറകെ ചെന്ന് കയറി. ഈ വന്നവൻ്റെ കയ്യിൽ ഗണ്ണ് കണ്ട നമ്മുടെ ഹീറോ കാര്യം മനസ്സിലാക്കി നൈസായിട്ട് പുറകോട്ടൊന്ന് മാറി നമ്മുടെ ഐറീനെ കിസ് ചെയ്തിട്ട് നേരെ തിരിഞ്ഞ് അവനിട്ട് ഒറ്റയടി. ഗണ്ണെടുക്കാൻ സമ്മതിച്ചില്ല, അടിച്ച് അവനെ താഴെ ഇട്ടു. വീണ്ടും എണീക്കാൻ അവൻ്റെ അവസരം കൊടുത്തില്ല. അവിടെ ഇട്ട് തന്നെ അവൻ്റെ മുഖത്ത് ചവിട്ടി 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 പൊട്ടിച്ച് ആകെ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയാക്കി. ഇതുവരെ ഐറീൻ കണ്ടിട്ടുള്ള വളരെ ശാന്തശീലനായിട്ടുള്ള, എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം മറുപടി പറയുന്ന ഡ്രൈവർ ആയിരുന്നില്ല അത്. ഇവൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കിടന്ന ഈ ഒരു പേഴ്സണാലിറ്റി, അവൻ്റെ ഈ ഒരു വോസ് സൈഡ് ഇന്നാണ് ഐറീൻ കാണുന്നത്. ആകെ അങ്ങ് പേടിച്ചു പോയി അവൾ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി. ഡ്രൈവർ അകത്ത് തന്നെ. രണ്ടാളും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ലിഫ്റ്റ് ക്ലോസ് ആവും. ഇത് ഇവരുടെ ചാപ്റ്ററിൻ്റെ ഒരു അവസാനം കൂടിയാണ്. ഇങ്ങനെ ഒരു വ്യക്തിയെ അവൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. മുമ്പ് അവൾക്ക് ഇവനോട് തോന്നിയ ഇഷ്ടമൊന്നും ഒരു തരി പോലും ബാക്കിയില്ല. ഇപ്പൊ പേടിയാണ്. ഹീറോ അവിടുന്ന് നേരെ ഷാനന്റെ അടുത്താണ് ചെല്ലുന്നത്. എങ്ങനെ അവർ ഇവന്റെ ലൊക്കേഷൻ മനസ്സിലാക്കി ഇവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നു എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഡ്രൈവറിന്റെ കയ്യിൽ വെടി കൊണ്ടു കഴിഞ്ഞ് ഇവൻ ഇയാളെ തേടി വന്നില്ലേ. അതിനും ശേഷം ഈ ഷാനൻ ഗ്യാങ്സ്റ്റർ റോസിനെ വിളിച്ചിരുന്നു. ഈ നടക്കുന്ന സംഭവങ്ങളും പണത്തിന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു. ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ടിയാണ് ഷാനൻ ആക്ച്വലി ശ്രമിച്ചത്. അതായത് നമ്മുടെ ഹീറോ ഇപ്പൊ ചെയ്തു കൂട്ടുന്നതൊക്കെ പണം ലക്ഷ്യം വെച്ചല്ല. പണമല്ല അവന്റെ ഉദ്ദേശം, പണം അവൻ തിരിച്ചു കൊടുക്കും. പകരം അവൻ ഇപ്പം ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതിന് കാരണം ഐറീൻ ആണെന്നും ഐറീൻ്റെ കുടുംബത്തോട് ഇങ്ങനെയൊക്കെ കാണിച്ചതിലുള്ള വാശിയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതേ തുടർന്ന് ഐറീൻ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി അവളെ ലക്ഷ്യം വെച്ചാണ് ആ ഗ്യാങ്സ്റ്റർ അങ്ങോട്ട് വന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു നിമിഷം ഹീറോയ്ക്ക് സഹിക്കാനായില്ല. ഷാനോന്റെ കൊത്തിന് പിടിക്കുന്നുണ്ട്. ഇമാതിരി പരിപാടിയൊക്കെ കാണിച്ചു വെച്ച് അവന്മാർക്ക് എല്ലാ കാര്യവും വിളിച്ച് പറഞ്ഞു കൊടുത്തിപ്പോൾ അവസാനം ഈ അവസ്ഥയാക്കിയില്ലേ. ഷാനൻ കരുതുന്ന പോലെയല്ല ഈ ഗ്യാങ്സ്റ്റർ കൂട്ടമൊന്നും. അവരുടെ ലക്ഷ്യം പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ എന്ത് നെറുകെട്ട പരിപാടിയും ചെയ്യും. ഇനിയും അവരെ വിശ്വസിച്ച് ആ ഗ്യാങ്സ്റ്റർ റോസിനെയൊക്കെ വിശ്വസിച്ച് ഓരോ മണ്ടത്തരം കാണിക്കരുത്. എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാണ് നമ്മുടെ ഹീറോ പറയുന്നത്. അവിടുന്ന് കട്ട് ചെയ്താൽ നീനോയും ആ ഗ്യാങ്സ്റ്റർ റോസും ആ പണത്തെപ്പറ്റി സംസാരിക്കുകയാണ്. എങ്ങനെയും ആ പണം തിരിച്ചു കിട്ടിയിരിക്കണമെന്ന് ഇവർക്ക് ഒരേ നിർബന്ധം. എന്താണ് ഈ പണത്തിന് എത്ര പ്രത്യേകത? ഇത് ആരുടെ പണമാണ്? നിനോയ്ക്ക് കിട്ടിയ ഇൻഫോർമേഷൻ പ്രകാരം എല്ലയിലെ ഒരു പോൺ ഷോപ്പിൽ ഫിലാഡൽഫിയയിൽ നിന്ന് വന്ന ഏതോ ഒരു ലോക്കൽ ഗുണ്ട പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ്. ലോക്കൽ ഗുണ്ടയുടെ ഉദ്ദേശം ഇവർക്ക് റൈവലായിട്ടൊരു ടീമിനെ സെറ്റ് ചെയ്യുകയാണോ, ഇവരുടെ ഗ്യാങ് ബിസിനസ്സിലേക്ക് കടന്നു കയറുകയാണോ എന്താണെന്ന് വ്യക്തമായൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ അത് മോഷ്ടിക്കാൻ പ്ലാൻ ചെയ്തു. മോഷണം നടത്തി സ്റ്റാൻഡേർഡിനെ ബലി കൊടുത്തു. ബട്ട് പിന്നീടാണ് അറിയുന്നത് ഇത് ഇറ്റാലിയൻ മാഫിയയുടെ പണമായിരുന്നു എന്ന്. ആൻഡ് ബെർണി ഇക്കാര്യം പറഞ്ഞ് നീനോയോട് തർക്കിക്കുമ്പോൾ നീനോ അതിനെ ഭയങ്കര നിസ്സാരമായിട്ടാണ് കാണുന്നത്. എന്നാൽ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. പണം എത്രയും വേഗം തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇവരാകെ കുഴപ്പത്തിലാകും. അതുകൊണ്ടാണ് ഇവന്മാർ ഇത്ര തിരക്ക് പിടിച്ച് നമ്മുടെ ഹീറോയിലേക്ക് എത്തിപ്പെടാൻ പല വഴി ശ്രമിക്കുന്നത്. ഇറ്റാലിയൻ മാഫിയയുടെ പണം കവർന്ന് ഇവരാണ് എന്ന് കാണാം അവർക്ക് ഇൻഫോർമേഷൻ കിട്ടിയാൽ ഇവന്മാർ രണ്ടുപേരും തീർന്നു. സോ എത്രയും വേഗം ഇതൊക്കെ ഒന്ന് ഒതുക്കി തീർക്കണം, ഇല്ലെങ്കിൽ വലിയ റിസ്ക് ആണ് എന്ന് മനസ്സിലാക്കി ബേണി റോസ് ആ മൊട്ടത്തലയൻ ഗ്യാങ്സ്റ്ററെ അവിടെ ഇട്ട് കുത്തി കൊല്ലുന്നുണ്ട്. നേരത്തെ നമ്മുടെ ഹീറോ അടിച്ചവന്റെ കൈയൊക്കെ ഒടിച്ച് വിട്ടതേ ഉള്ളൂ, കൊന്നില്ലായിരുന്നു. ഇപ്പൊ ഗ്യാങ്സ്റ്റർ റോസ് അവനെ തട്ടി തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഇക്കാര്യങ്ങളൊക്കെ അറിയാവുന്ന, ഇതിന് പുറകിൽ നടന്നിട്ടുള്ള കളികളെ പറ്റി ഏതാണ്ടൊക്കെ ധാരണയുള്ള ആളുകളെ ഒന്നും ജീവനോടെ വെക്കരുത് എന്നാണ് ഉദ്ദേശം. ആദ്യം തന്നെ ബേണി ഇല്ലാതാക്കാൻ പോകുന്നത് നമ്മുടെ ഷാനനെയാണ്. ഇവർ രണ്ടാളും സുഹൃത്തുക്കളാണ്, ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. പുതിയ ബിസിനസ് ഡീലൊക്കെ സംസാരിച്ചിട്ടിരിക്കുവാണെങ്കിലും ഗ്യാങ്സ്റ്റർ അങ്ങേറെ തനിക്കുണം കാണിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റാലിയൻ മാഫിയ എന്നുള്ള ഭയം ഇയാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസമേ നമ്മുടെ ഡ്രൈവർ ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നല്ലോ ഇവിടെ നിൽക്കാൻ പാടില്ല, എങ്ങോട്ടേലും
എങ്ങോട്ടേലും രക്ഷപ്പെട്ടു പൊക്കോളാൻ. നിർഭാഗ്യവശാൽ ഷാനനെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള അവസരം കിട്ടിയില്ല. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ ഡ്രൈവർ ഷാനനെ തിരക്കി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ ഇവിടെ കാണാൻ സാധിക്കുന്നതോ ഓൾറെഡി കൊല്ലപ്പെട്ട് കിടക്കുന്ന അദ്ദേഹത്തെ. അവൻ ഒത്തിരി വിഷമമായി കണ്ണൊക്കെ കലങ്ങി കുറച്ചു നേരം അദ്ദേഹത്തെ നോക്കിയിരുന്നിട്ട് മുമ്പേ തീരുമാനിച്ചുറപ്പിച്ച പോലെ ആ ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി പുറപ്പെടുവാണ്. സിനിമയിൽ സ്റ്റണ്ടബിളായിട്ട് പോകുമ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള മാസ്ക് ധരിച്ച് ആദ്യം തന്നെ നീനോയെ തേടി ചെല്ലുകയാണ്. ചെന്ന് നോക്കിയപ്പോൾ അയാൾക്ക് ചുറ്റും കുറേ ആളുകളുണ്ട്. നേരെ കയറി അറ്റാക്ക് ചെയ്തില്ല. അറ്റാക്ക് ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു. വെയിറ്റ് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞ് നീനോയും അയാളുടെ ഡ്രൈവറും കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോ പുറകെ ചെന്ന് ഇവരുടെ കാറിനിട്ട് ഇടിക്കും. ആദ്യ ഇടിയിൽ അവന്മാരുടെ കാറൊന്ന് കറങ്ങി റോഡിന്റെ തില്ലത്ത് വന്ന് നിൽക്കും. നീനോയും ഡ്രൈവർ നോക്കുമ്പോൾ ഇടിച്ച കാർ ആ ചുറ്റോട്ടത്തൊന്നുമില്ല. ആരോ വന്നിട്ട് ഇടി കൊടുത്തിട്ട് അവരുടെ വഴിക്കങ്ങ് പോയി എന്ന് കരുതി. പക്ഷേ ഇവരിത് കാര്യമാക്കാതെ കാറും എടുത്ത് പോകാൻ തുടങ്ങിയപ്പോൾ റോഡിന്റെ തില്ലത്തിരുന്ന് ഇവരുടെ കാർ നമ്മുടെ ഡ്രൈവർ വന്ന് ഇടിച്ച് താഴെ ഇട്ടു. എന്നിട്ട് നമ്മുടെ ഹീറോ നടന്നിങ്ങനെ മുന്നോട്ട് വരുന്നത് ആ രാത്രി ഇടിമിന്നലിന്റെ പ്രകാശത്തിൽ കാണിച്ചു തരും. ഇവിടെ ഈ ഒരു സീനിൽ കാണിക്കുന്ന പോലെയാണ് ഇവന്റെ ലൈഫ് എന്ന് പറയാം. ഇരുണ്ട ഒരു ലൈഫ്. അവന്റെ ആ ഒറ്റപ്പെടലൊന്ന് ഇരുട്ടിൽ അവൻ പെട്ടുകിടക്കുമായിരുന്നു. ഇടയ്ക്കിങ്ങനെ ഇടിമിന്നലടിച്ച് പ്രകാശം ഉണ്ടാകുന്ന പോലെ ഐറീനെ കണ്ടുമുട്ടി അവളുടെ ഫാമിലിയുമായി സൗഹൃദത്തിലായി. അതൊക്കെ ഹീറോയുടെ ലൈഫിൽ ഇടയ്ക്കുണ്ടായ ഒരു പ്രകാശം മാത്രമാണ്. എന്നാൽ അതൊന്നും അധികകാലം നിന്നില്ലല്ലോ. വീണ്ടും ഇവന്റെ ജീവിതം ആ ഒരു ഇരുട്ടിലേക്ക് തന്നെ വീണു പോവാണ്. അവർക്ക് വേണ്ടി തന്നെ അവൻ ഈ വഴി ചൂസ് ചെയ്തു. മറിഞ്ഞു വീണ കാറിൽ നിന്നും പരിക്കുകളോടെ പുറത്തു വരുന്ന നീനോയ്ക്ക് നേരെ ചെല്ലുന്ന നമ്മുടെ ഡ്രൈവർ ആ ബീച്ചിലെ കടലിൽ നിന്ന് ഇരച്ചു കയറി വരുന്ന തിരകൾക്കിടയിലിട്ട് അവനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ഈ നീനോയുടെ സുഹൃത്തും മറ്റൊരു ഗ്യാങ്സ്റ്ററുമായ ബേണി റോസിനെ വിളിച്ച് ഒരു കഥയെന്ന് പറയും. സ്കോർപ്പിയന്റെയും തവളയുടെയും കഥ. നമ്മുടെ ഡ്രൈവർ സ്കോർപ്പിയൻ ചിഹ്നമുള്ള സ്കോർപ്പിയൻ ഡിസൈനുള്ള ഒരു ജാക്കറ്റാണ് ധരിക്കുക. സിനിമയിൽ ഒരുപാടിടത്ത് ഇവൻ ഇതേ സെയിം ജാക്കറ്റ് തന്നെയാണ് ധരിക്കുന്നത്. വളരെ പോപ്പുലറാണ്. സിനിമയുടെ കൾട്ട് ഫാൻസിന്റെ അടുത്ത് എന്തായാലും ഉണ്ടാവും. പ്രൊഡക്ട്സിൽ സാധനം അവൈലബിൾ ആവുകയാണെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഹീറോ ഡ്രൈവർ ഇവിടെ ബേണിയോട് പറയുന്ന കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു സ്കോർപ്പിയൻ ഇക്കരക്കരയിൽ നിന്നും അക്കരക്കര പോകാനായിട്ട് ഒരു തവളയുടെ സഹായം ചോദിച്ചു. എന്നാൽ സ്കോർപ്പിയൻ തന്നെ ആക്രമിക്കും, തന്നെ കുത്തും എന്നുള്ള പേടി കാരണം തവള അതിന് സമ്മതിച്ചില്ല. സ്കോർപ്പിയൻ ഓരോന്ന് പറഞ്ഞ് തവളയെ കൺവിൻസ് ചെയ്തു. നിന്നെ ആക്രമിക്കത്തില്ല, നീ എനിക്ക് സഹായം ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് തവള കൺവിൻസായി സ്കോർപ്പിയോണിനെ മുകളിലിരുത്തി അക്കരക്കരയിലേക്ക് കൊണ്ടുപോയി. അക്കരെ എത്താറായപ്പോഴേക്കും സ്കോർപ്പിയൻ തവളയെ കുത്തി. ഇങ്ങനെ സഹായിച്ചിട്ടും നീ എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തു എന്നുള്ള തവളയുടെ ചോദ്യത്തിന് സ്കോർപ്പിയൻ പറയുന്ന മറുപടി ഇതെന്റെ നേച്ചറാണെന്നാണ്. അതിന്റെ നേച്ചർ ഇങ്ങനെയാണ്, ഇങ്ങനെയല്ലാതെ മറ്റൊരു ഓപ്ഷൻ അതിനില്ല എന്ന്. ഒന്നാലോചിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ ഹീറോയുടെയും ഐറീന്റെയും ഒക്കെ അവസ്ഥ. ഐറീനെ ഇഷ്ടപ്പെടുന്നു, ഐറീന്റെ ഒപ്പം മുന്നോട്ട് പോകണം, നല്ലൊരു സുഹൃത്തായിട്ടെങ്കിലും മുന്നോട്ട് പോകണമെന്ന് ഇവൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവൻ കാരണം തന്നെ ഐറീന്റെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഐറീന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഡ്രൈവർ ആവട്ടെ ബേണിയോട് സംസാരിച്ച് ഇതെല്ലാം അവസാനിപ്പിക്കാൻ സമയമായി. അടുത്ത ദിവസം തന്നെ ഇവർക്ക് രണ്ടാൾക്കും മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ദെൻ നമ്മുടെ ഐറീനെ കോൺടാക്ട് ചെയ്ത് ഒരു പക്ഷേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇനി ഇവന് തിരിച്ചു വരാൻ പറ്റണമെന്നില്ല, എന്തൊക്കെയാണെങ്കിലും ഇവളും ഇവളുടെ മകൻ ബെനീഷോയും സേഫ് ആയിരിക്കണം. അവന്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം ഇവരാണ് എന്ന് പറഞ്ഞു വെച്ചു. ആൻഡ് പതിയെ വിഷമത്തിൽ നിന്നൊക്കെ മാറി പുള്ളിക്കാരിയും ഓക്കെ ആയി വരുവാണ്. അതിന്റെ ആ ഡ്രസ്സിങ്ങിൽ നമുക്ക് കാണാം. ശേഷം ഡ്രൈവർ ബേണി റോസിനെ കാണാൻ ചെന്നു. പുള്ളിക്കാരൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പണം തിരിച്ചു തരിക, തിരിച്ചു തന്നാൽ ഇവരുടെ സൈഡിൽ നിന്ന് വേറെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, ഐറീൻ സേഫ് ആയിരിക്കുമെന്ന്. ഹീറോയ്ക്കും അധികം ഒന്നും തർക്കിക്കേണ്ടി വന്നില്ല. പൈസ തിരിച്ചു കൊടുത്തേക്കാവുന്ന സമ്മതിച്ചു. ഇയാളെയും കൂട്ടിക്കൊണ്ട് ഇവന്റെ കാറിന്റെ അടുത്ത് ചെന്ന് ഡിക്കിയിൽ നിന്ന് പണം അങ്ങോട്ട് എടുത്ത് കൊടുത്തപ്പോഴേക്കും ബേണി റോസ് തനി കുണം കാണിച്ചു, നമ്മുടെ ഹീറോയെ കുത്തി. ഇത്രയൊക്കെ ചെയ്തു കൂട്ടി ഇവിടെ വരെ എത്തിച്ച ഹീറോ മണ്ടനല്ലല്ലോ. കയ്യിലൊരു കത്തി കരുതിയിട്ടുണ്ടായിരുന്നു, അത് വെച്ച് ബേണിയുടെ കഴുത്തിലും കുത്തുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം കുത്തി. ആദ്യം തന്നെ ബേണി തീർന്നു. നമ്മുടെ ഹീറോ മരിച്ച് അദ്ദേഹത്തിന്റെ കാറിൽ ചാരി അങ്ങനെ ഇരിക്കുന്നതായിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ആക്ച്വലി അവൻ മരിച്ചിട്ടില്ലായിരുന്നു. കുറച്ചു നേരം അങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നിട്ട് കാറും എടുത്ത് അവൻ അവന്റെ വഴിക്ക് പോകും. ബേണി റോസും ഇവന്മാരൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമായ പണവും ഇവിടെ കിടപ്പുണ്ട്. കട്ട് ചെയ്താൽ നമ്മുടെ ഐറീൻ ഹീറോയെ തേടി അവന്റെ അപ്പാർട്ട്മെന്റ് അവിടെ ചെന്ന് വാതിലിൽ നോക്ക് ചെയ്യുന്നുണ്ട്. വാതിൽ തുറക്കാൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഡ്രൈവർ അവിടുന്ന് പോയിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിലും നമ്മുടെ ഐറീൻ അവനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അവന്റെ ഏറ്റവും വേഴ്സ്റ്റ് സൈഡ് കണ്ടിട്ടും അതൊക്കെ തന്നെയും ബെനീഷോയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവൻ കാണിച്ചു കൂട്ടിയതാണ് എന്ന് മനസ്സിലാക്കുകയായിരുന്നു അവൾ. സ്കോർപ്പിയന്റെയും തവളയുടെയും കഥയിൽ പറഞ്ഞ പോലെ സ്കോർപ്പിയൻ തവളയെ കുത്തിയില്ല, തവള അക്കരക്കരയിലെത്തി. എന്നാൽ സ്കോർപ്പിയൻ പാതി ഒഴികെ വീണുപോയി. ആ കഥയുടെ മറ്റൊരു നറേറ്റീവാണ് ഇവിടെ സംഭവിക്കുന്നത്. സ്കോർപ്പിയന്റെ നേച്ചർ എന്താണെന്ന് അതിന് വ്യക്തമായ ബോധമുണ്ട്. തവളയോടൊപ്പം യാത്ര തുടർന്നാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്കോർപ്പിയൻ കാരണം തവളയ്ക്ക് അപകടം സംഭവിക്കാം. സ്കോർപ്പിയൻ തന്നെ തവളയുടെ നാശത്തിന് കാരണമാകാം. ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ അവൻ വീണ്ടും അവന്റെ ഡാർക്ക്നെസ് ആയ ആ ഒരു ഒറ്റപ്പെടലിലേക്ക് പോയി. ഐറീന് വേണ്ടി അവന്റെ ഇഷ്ടങ്ങളെല്ലാം സാക്രിഫൈസ് ചെയ്യുന്നു. ഐറീന്റെ മകൻ പറയുന്ന ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ ഷാർക്കുകളെ പറ്റി. ഷാർക്കുകൾ ഒരിക്കലും നല്ലവരായിരിക്കില്ല, അവരെപ്പോഴും വില്ലന്മാരായിരിക്കും. ബിക്കോസ് അവരങ്ങനെയാണ്. അവരെത്ര ശ്രമിച്ചാലും അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ പറ്റണമെന്നില്ല. നമ്മുടെ ഹീറോ ഐറീനെയൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി ഒന്ന് ബെറ്ററായി വരുന്നു എന്ന് കരുതിയെങ്കിലും അവസാനം വീണ്ടും അവൻ എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിലേക്ക് തന്നെ ആയി പോകുന്നില്ലേ. ഇത് വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാമല്ലോ. അവൻ ആ ഒറ്റപ്പെടലിൽ തന്നെ ജീവിച്ച ആ ഒരു ബോറിംഗ് ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാതെ അവനെ കൊണ്ട് മാറാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്നില്ലേ. അവന് പ്രണയിക്കാൻ സാധിച്ചു, ഇഷ്ടപ്പെടാൻ സാധിച്ചു, ഇവരെയൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ സാധിച്ചു. അതൊരു വലിയ മാറ്റമാണ്. അവൻ്റെ ലൈഫിലും ഇങ്ങനെയൊരു മാറ്റം ഉണ്ടായി എന്ന് കൂടി കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്.
ഈ ഡ്രൈവർ എന്ന കഥാപാത്രത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഇദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, അവനൊരു പേര് പോലും പറയാനില്ല, സുഹൃത്തുക്കളില്ല, കുടുംബമില്ല, വണ്ടി ഓടിക്കുന്നതാണ് അവൻ്റെ സന്തോഷം, അല്ലെങ്കിൽ അവൻ്റെ ലൈഫിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും സംഭവിക്കുന്നില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ജീവിതം, ഒരുപക്ഷെ ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ലൈഫിൽ സംഭവിക്കാതെ അങ്ങനെ പോകുന്ന ഒരു കഥാപാത്രം. പിന്നീട് ആ കഥാപാത്രത്തിന് വരുന്ന മാറ്റങ്ങളും പല സാഹചര്യങ്ങളിൽ പലരുടെയും ലൈഫുമായി കണക്ട് ആവും. ഞാൻ എന്നെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, ലൈഫിൽ അതാണ് എനിക്ക് സമാധാനം തരുന്നത് എന്ന ഒരു പോയിന്റിൽ നമ്മൾ പലരും എത്തിച്ചേരാറുണ്ട്. ആ ഒരു തീരുമാനത്തെ പോലും മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ആളുകളും ലൈഫിൽ വന്നു പോകാറുണ്ട്. ഒരു ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇവന്റെ കാര്യത്തിൽ ഏതാണ്ടൊരു എക്സിസ്റ്റൻഷ്യലിസം ആണെന്ന് പറയാം. ജീവിതത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, നമ്മുടെ ആക്ഷനിലൂടെ വേണം നമ്മൾ എന്തെങ്കിലും അർത്ഥവത്താക്കി മാറ്റാൻ. ലൈഫിന്റെ പർപ്പസ് നമ്മളുടെ ആക്ഷനിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നൊരു രീതി. പിന്നെ കഥയുടെ മേജർ ഭാഗങ്ങളിലും ആളൊരു സ്റ്റോയിക്കാണ്. ആളുടെ വിഷമവും സങ്കടവും ഒന്നും പുറത്ത് കാണിക്കുന്നില്ല, എല്ലാം കൺട്രോൾ ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഭയങ്കര അടിപൊളി കേട്ടോ. നിങ്ങൾ സ്റ്റോയിസിസത്തെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കണം, തീർച്ചയായും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അത് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന കുറേ ബുക്സ് ഞാനിവിടെ പ്രൊഡക്ട്സിൽ ആഡ് ചെയ്യുന്നുണ്ട്, വായിക്കാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. മാർക്കസ് ഒറീലിയസിന്റെ മെഡിറ്റേഷൻസ് എന്ന ബുക്കിന്റെ 2 കോപ്പി എൻ്റെ അടുത്തുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ എനിക്ക് മെസ്സേജ് അയക്ക്, ഈ വീഡിയോ കാണുന്ന ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്ക്. ആദ്യം ചോദിക്കുന്ന 2 ആൾക്ക് ഞാൻ ആ ബുക്ക് അയച്ചു തരാം. പൈസ ഒന്നും വേണ്ട, ഫ്രീ ആണ്, ഗിവ് അവേ ആയിട്ട് കൂട്ടുകയും വേണ്ട, ആർക്കെങ്കിലുമൊക്കെ ഉപയോഗമാവട്ടെ. സ്റ്റോയിസിസം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര അടിപൊളി ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്കും അങ്ങനെ തോന്നാതിരിക്കാം, ഡിപ്പെൻസ്. സിനിമയെ പറ്റിയും ഈ ഒരു കാഴ്ചപ്പാടുകളെ പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളും കൺസെപ്റ്റുകളും ഒക്കെ നമുക്ക് തുടർന്നും ഡിസ്കസ് ചെയ്യാം.